ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് തീരുമാനിക്കും. കട്ടിളപ്പാളികളുടെ സാമ്പിളുകൾ വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടിയും SIT ആരംഭിക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്നും വാദം തുടരും. ദ്വാരപാലക ശില്പക്കേസിൽ N. വാസുവിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുമെന്നറിയുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം തത്സമയം ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വന്ന തീരുമാനങ്ങൾ അത് സ്വർണ്ണക്കൊള്ളയുടെ തുടരന്വേഷണത്തിൽ നിർണായകമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് നെഞ്ചിരിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങളും ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നു. 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്നലെ ഹൈക്കോടതി കൈക്കൊണ്ടത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ VSSCയിലെ പരിശോധനാ ഫലം, ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ചില അവ്യക്തതകളുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ ഈ പ്രതികൾ പറയുന്ന 989 ഗ്രാം സ്വർണ്ണത്തേക്കാൾ കൂടുതൽ സ്വർണ്ണം, അതിന്റെ ഇരട്ടി സ്വർണ്ണം ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് VSSCയിലെ പരിശോധനാ ഫലം സൂചനയായി നൽകുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണം. രണ്ടാമത്തേത്, ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ അപ്പാടെ മാറ്റൂ എന്നൊക്കെയുള്ള കാര്യങ്ങളിലും അവ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന് പുറത്ത് മറ്റൊരു ലാബിൽ പരിശോധന നടത്താൻ ഇന്നലെ ഹൈക്കോടതി അനുമതി നൽകിയത്. ഏതായാലും അതിന്റെ സാമ്പിൾ പരിശോധന 12-ാം തീയതി സന്നിധാനത്തെത്തി SIT നടത്തുമെന്നുള്ള കാര്യം ഇപ്പോൾ വിവരമായി പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം മുംബൈയിലെ ഭാഭ ആറ്റമിക് റിസർച്ച് സെന്റർ, അതേപോലെ ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, ഹൈദരാബാദ് ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവിടങ്ങളിലായിരിക്കും SITയുടെ പരിഗണനയിലുള്ളത്. ഈ ലാബുകളിൽ ഏതെങ്കിലും ഒരു ലാബിലായിരിക്കും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന പാളികളുടെ സാമ്പിളുകൾ പരിശോധന നടത്തുക. ഇതിലെവിടെയാണെന്ന് അറിയിക്കാൻ 19-ാം തീയതി അറിയിക്കണമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഉടൻ തന്നെ SIT സാമ്പിളുകൾ ശേഖരിച്ച് സംസ്ഥാനത്തിന് പുറത്ത് മറ്റൊരു ലാബിലേക്ക് അയക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യമാകട്ടെ, സന്നിധാനത്ത് 2017 നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ വിജിലൻസ് അന്വേഷണം എന്നുള്ളതാണ്. ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ, അതായത് ചില ക്രമക്കേടുകൾ, മഹസറിലെ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നെഞ്ചിരിപ്പാണ്. കാരണം 2017 നടന്നതെങ്കിലും അന്ന് UDFന്റെ ബോർഡായിരുന്നു ഉണ്ടായിരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡാണിത് നടപ്പാക്കിയത്. 2016 ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമ്പോഴും UDFന്റെ ബോർഡായിരുന്നു. അങ്ങനെ UDFന്റെ ബോർഡിന് നേർക്ക് കൂടി ശബരിമലയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ അന്വേഷണം നീളുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം പശ്ചാത്തലമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. മറ്റൊന്ന്, കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുള്ള വാർത്തയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. ഇന്ന് പ്രോസിക്യൂഷൻ വാദമാണ് നടക്കുക. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പക്കേസുകളിലെ ജാമ്യ ഹർജികൾ ഒരുമിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കുന്നത്. അതേസമയം ദ്വാരപാലക ശില്പക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N. വാസുവിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിക്ക് മുൻപിൽ എത്തുന്നുണ്ട്. അങ്ങനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് ഒരേ സമയം SIT, മറ്റൊന്ന് വിജിലൻസ് നീങ്ങുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും ഇന്ന് നമുക്ക് വാർത്തകൾ പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.